ഹലോ കൂട്ടുകാരെ, നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോയ ചങ്ക് ഫ്രൈ ആക്കുന്നത്. എങ്കിൽ നമുക്ക് തയ്യാറാക്കിയാലോ. സോയ ചങ്ക് വേവിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് സോയ ചങ്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലിട്ടിട്ട് കൊടുക്കണേ. തിളയ്ക്കാൻ ആദ്യം വെച്ചേക്കണ്ട, ഒരു 2-3 മിനിറ്റ് അങ്ങനെ അങ്ങ് അടച്ച് വെക്കാം നമുക്ക്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്ത് വെള്ളത്തിൽ പിഴിഞ്ഞൊക്കെ എടുക്കാം. സോയ ചങ്ക് പച്ചവെള്ളത്തിലിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് അതിനുശേഷം നമ്മൾ കൈകൊണ്ട് നല്ലപോലെ അത് പിഴിഞ്ഞ് ആ വെള്ളമേ എല്ലാം ഒന്ന് പോക്കിയെടുത്ത് വെച്ചിരിക്കുകയാണേ. 2 സ്പൂൺ മുളക് പൊടി ഇടാം. ഇത് കാശ്മീരി മുളക് പൊടിയാണേ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണേ, അതൊരു സ്പൂൺ ഇടേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. അരപ്പെല്ലാം കൂടെ നമുക്കൊന്ന് യോജിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഇത് അരപ്പ് പുരട്ടി എടുക്കണേ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നാലേ ആ അരപ്പ് എല്ലാത്തിലും ചേർന്ന് നല്ലപോലെ പിടിച്ച് വരുത്തുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കരുത്. നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ നമുക്ക് ചൂടാക്കാൻ വെക്കേ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും പൊരിച്ചെടുക്കാൻ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, സൺഫ്ലവർ ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് നല്ലതുപോലെ നല്ല ഫ്രൈ ആയതുണ്ടോ. നമുക്കിതിൽ അരിപ്പയിലേക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് എല്ലാം ഫ്രൈ ആയിട്ട് ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക് ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ മീനും ഇറച്ചിയും കഴിക്കാത്തവർക്കെല്ലാം ഈ സോയ ചങ്ക് ഫ്രൈ ആക്കി കറി വെച്ച് നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ്. കൂട്ടുകാരെല്ലാം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റാറി സിസ്റ്റേഴ്സ്, ബൈ ബൈ.